നീലാംബരി. രചന നീലാംബരി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. രാവിലെ തന്നെ തറവാട്ടിലേക്ക് പോവാൻ ബാഗ് പാക്ക് ചെയ്യാണ് നീലാംബരി. രാത്രി ജാന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, വരാൻ കഴിയില്ലെന്നും തറവാട്ടിലേക്ക് പോയിക്കൊള്ളാനും. ഒറ്റയ്ക്ക് വീട്ടിലെന്ന് പറഞ്ഞിരുന്ന ആളിന് പെട്ടെന്ന് ഇത് എന്ത് പറ്റിയെന്ന് ഓർത്ത് അവളൊന്ന് അതിശയിച്ചുവെങ്കിലും ഉള്ളിലെവിടെയോ ഒരു വിഷമം ഉണ്ടായി. ഒന്ന് യാത്രയയക്കാൻ പോലും ജാൻ വന്നില്ല എന്ന് മാത്രമല്ല, കിരണേട്ടനോ ശ്രീയമ്മയോ പോലും ഒന്ന് വിളിക്കുകൂടി ചെയ്തില്ല. ഈ അവസരത്തിൽ കാവ്യ കൂടി മിസ് ചെയ്തപ്പോൾ അവൾക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം അമ്മ തയ്ച്ചെന്ന ചുരിദാർ അവൾ മനഃപൂർവ്വം ഒഴിവാക്കി. ഒരു ലോങ് സ്കേർട്ടും ഹിപ്പ് സൈസ് ടോപ്പ് എടുത്ത് ധരിച്ചു അവൾ. മുടി പോണിറ്റെയിൽ കെട്ടിവെച്ച് ചുണ്ടിൽ ലിപ്സ്റ്റിക്ക് വിട്ടു. അല്ല പിന്നെ ട്രാവൽ ബാഗും തൂക്കി കയ്യിൽ ഫോണും എടുത്ത് അവൾ ഒരു ഓട്ടോയിൽ കയറി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. ഏതോ ടൂറിസ്റ്റുകൾ വന്നിറങ്ങിയ പോലെ ആൾക്കാരൊക്കെ അവളെ ഒന്ന് നോക്കി. എനിക്ക് രാവിലെ കൊമ്പ് വളച്ചോ, എല്ലാവരും എന്താ ഇങ്ങനെ നോക്കുന്നത്? ഒരു പയ്യൻ അവളെ നോക്കിയൊന്ന് ചൂളമടിച്ചുകൊണ്ട് കണ്ണിറുക്കി കാണിച്ചു. എങ്ങോട്ടാണ്? ഒറ്റക്കാണോ? ഞാനും കൂടി പോന്നോട്ടെ. ഓട്ടോക്ക് പൈസ കൊടുത്ത ശേഷം അവന്റെ അടുത്തേക്ക് നിലപോയി നിന്നു. ഇത്ര പെട്ടെന്ന് സെറ്റായെന്നൊരു ഭാഗത്തിൽ ആ ചെക്കൻ കണ്ണൂറിച്ചു. എന്താണ് നോക്കുന്നേ? വരുന്നില്ലേ നീ? നല്ല സ്ഥലത്ത് ഞാൻ പോകുന്നു. നിന്റെ എല്ലും തോലും ബാക്കിയിട്ട് അത് പോയി ഞാൻ വീട്ടിലെത്തിച്ചേക്കാം. പാടാ വാ. എന്നാ പിന്നെ ഞങ്ങളെ കൂടി കൂട്ടുവോ ആ സ്ഥലത്തേക്ക്? പുറകിൽ കേട്ട അശരീരി നില ഞെട്ടി തിരിഞ്ഞു നോക്കിയ നിമിഷം തന്നെ അടുത്തുനിന്ന ചെക്കൻ സ്കൂട്ടായി. കിരണും ലൂക്കയും മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരി ഒളിപ്പിച്ചുകൊണ്ടൊരു കള്ള പരിഭവം നടിച്ചു നിൽക്കുന്നവളെ കിരൺ വലിച്ച് നെഞ്ചിലേക്ക് ഇട്ടു. നിന്നെ ഞങ്ങളങ്ങനെ ഒറ്റയ്ക്ക് വിടുകൂടി ഇല്ലത്തമ്മേ. നിന്റെ കണവന്റെ ഉത്തരവുണ്ടായിരുന്നു, അവന്റെ പെണ്ണിന് ഒരു സർപ്രൈസ് കൊടുക്കണമെന്ന്. അതാ ഞങ്ങൾ കൂടി വരുന്ന കാര്യം നേരത്തെ പറയാണ്ടിരുന്നത്. അപ്പൊ ലൂക്ക? ഒരു സംശയത്തോടെ ചോദിക്കുമ്പോൾ ലൂക്ക ചിരിച്ചുകൊണ്ട് അവൾക്കരികിലേക്ക് വന്നു. ഞാൻ തികച്ചും ഒഫീഷ്യലി വരുന്ന നിന്റെ തറവാട്ടിലാണല്ലോ ഇനിയുള്ള എന്റെ അഴിഞ്ഞാട്ടം. എന്തോന്ന്? നീല കണ്ണു തുറിച്ചുകൊണ്ട് ലൂക്കയെ നോക്കി. ഓ ഗോഡ്, ഈ ഗേള്. എനിക്ക് അവിടെ ഡ്യൂട്ടി ഉണ്ട് നില. ഫോട്ടോഷൂട്ട് സെറ്റാക്കണ്ടേ? അപ്പൊ ഷൂട്ടിന് വേണ്ട സ്പോട്ടുകൾ നോക്കി വെക്കണം. സോ എന്നെ കൂടി ഞാൻ നിങ്ങൾക്കൊപ്പം വിട്ടതാ. പിന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. നിന്റെ ഈ സൗന്ദര്യം എനിക്ക് തരാൻ പറഞ്ഞ് കേൾക്കാതെ മൊത്തമായിട്ട് നീ ജാന് കൊടുത്തു അല്ലേ? നോട്ടഡ്. ചൂണ്ടുവിരൽ ചലിപ്പിച്ചുകൊണ്ട് കണ്ണുകുറിപ്പിച്ച് ലൂക്ക നിലയെ നോക്കി. അപ്പൊ നിങ്ങൾ എന്റെ ഒപ്പം ബസ്സിലാണോ വരുന്നത്? തെല്ലൊരു അതിശയത്തിൽ നില ചോദിക്കുമ്പോൾ ലൂക്ക വാ തുറന്ന് കൈ ചുണ്ടിൽ വെച്ചു. ഓ മൈ ഗോഡ്, ഞാനോ? ഞാൻ ബസ്സിൽ? ഇമ്പോസിബിൾ. യു നോ, ഞാനൊരു സെലിബ്രിറ്റിയാ. കിരൺ, വെർ ഈസ് ദി കാർ? രണ്ടുപേരുടെയും സംസാരം കേട്ട് കിരണ് ശരിയാണ് വന്നത്. വാ. കിരണിന്റെ ഇടത് കൈയിൽ ലൂക്കയും വലത് കൈയിൽ നിലയും തൂങ്ങി. അവർ രണ്ടാളെയും കൊണ്ട് റോഡ് ക്രോസ് ചെയ്ത് കാറിനടുത്തേക്ക് നടന്നു. പിന്നെ സർപ്രൈസ് നിനക്ക് മാത്രമല്ല, പോകുന്ന വഴിക്ക് ആ ചക്കപ്പോത്തിനെ കൂടി പിക്ക് ചെയ്യണം. ആര്? കാവ്യയോ? സന്തോഷം കൊണ്ട് നിലയുടെ കണ്ണുകൾ മിഴിഞ്ഞു. അവള് നാളെ ട്രിവാൻഡ്രത്തേക്ക് ഒറ്റയ്ക്ക് വന്നോളെന്ന് പറഞ്ഞ. ഞാനും കരുതി ബസ് സ്റ്റാൻഡിൽ പോയി പിക്ക് ചെയ്യാമെന്ന്. പക്ഷെ ജാൻ ഒരേ നിർബന്ധം, അവള് വീട്ടിൽ പോയി വിളിച്ചിട്ട് പോവാൻ. അപ്പൊ പിന്നെ അവൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കാന്ന് ഞാനും കരുതി. നമ്മൾ ചെല്ലുന്ന വിവരം തൽക്കാലം അവൾ അറിയണ്ട. എപ്പടി അത് പൊളിച്ച് കിരണേട്ടാ. അവളുടെ വീട്ടിൽ കയറി അമ്മയെ കൂടി ഒന്ന് കാണാലോ. എന്റെ ഉണ്ണിയേട്ട മുത്ത്. ആര്? ഉണ്ണി മുകുന്ദനല്ല, നിന്റെ ജാന. ഇതിനെല്ലാം പിന്നില്. ഡോർ ഒന്ന് ബാഗ് അകത്തേക്ക് എറിയുമ്പോൾ കിരൺ പറയുന്ന കേട്ട് നിലയൊന്ന് ചിരിച്ചു. അതിനെയാ പറഞ്ഞ്, നിങ്ങളുടെ ഉണ്ണിക്കുട്ടൻ, എന്റെ മാത്രം ഉണ്ണിയേട്ടൻ. ഓ, അപ്പൊ കാര്യങ്ങൾ ഞാൻ വിചാരിച്ച പോലെയല്ല, അത്രയെത്തി. ആ മാധവി ആന്റി പറഞ്ഞതിലെന്തോ ദുരൂഹതയുണ്ട്. സത്യം പറയടി, നിന്റെ അവനെയും കെട്ടും ഫസ്റ്റ് നൈറ്റോ കഴിഞ്ഞല്ലേ? നിങ്ങൾക്കൊരു കുട്ടിയില്ലേ? ഇടുപ്പിൽ കൈകുത്തി കിരൺ ചോദിക്കുമ്പോൾ നീല അവനെ ഒന്ന് തുറിച്ചു നോക്കി. പിന്നെ നോക്കി കറുപ്പുണ്ടാക്കാനും കൂടി നിങ്ങൾ അങ്ങേർക്ക് പഠിപ്പിച്ചു കൊടുക്ക്. അതിന്റെ ഒരു കുറവ് ആ മനുഷ്യന്റെ നോട്ടത്തിലുണ്ട്. തമാശകളും കളിശീകളുമായി അവർ യാത്ര തിരിച്ചു. ലൂക്ക പുറകിലെ സീറ്റിൽ കിടന്ന് ഉറക്കം പിടിച്ചുകൊണ്ട് കൂർക്കം വലിയും തുടങ്ങി. ഓഡി കാറിൽ മുഴങ്ങി കേൾക്കുന്ന വേൾഡ് ഫേമസ് ഫാഷൻ ഡിസൈനർ ലൂക്കസ് എബ്രാഹിമിന്റെ കൂർക്കം വലി. നില ഈ പൊട്ടി എഴുന്നേൽക്ക് സ്ഥലത്തി. സീറ്റിൽ ചാരിന്ന് ഉറങ്ങുന്ന നിലയെ കിരൺ കുലുക്കി വിളിച്ചു. ഓ, രണ്ടും ഇങ്ങനെ ഒരു ഉറക്ക പിശാചികൾ. ലൂക്ക, എടി നില. ചേട്ടാ, ഈ എറണാകുളത്ത് ജോലി ചെയ്യുന്ന കാവ്യയുടെ വീട് എവിടെയാ? ഇരുവരെയും വിളിച്ചു കൊടുത്തിയ ശേഷം വിൻഡോ ഗ്ലാസ് ആഴ്ത്തി കിരൺ മുന്നിൽ കണ്ട ഒരു കടയിലേക്ക് നോക്കി കടക്കാരനോട് ചോദിച്ചു. ചെറിയൊരു ഇടവഴിയാണ്. കാവ്യ ഓഫീസിൽ കൊടുത്ത അഡ്രസ് നോക്കിയാണ് അവൻ വന്നത്. കാവ്യയോ? എറണാകുളത്ത് ജോലി ചെയ്യുന്ന ആരും ഇവിടെ ഇല്ലല്ലോ. നിങ്ങൾ എവിടുന്നാ? അയാൾ കാറിൻ്റെ അടുത്തേക്ക് ഒന്ന് ചോദിച്ചു. ഞങ്ങൾ എറണാകുളത്ത് അവൾക്കൊപ്പം ജോലി ചെയ്യുന്നവരാ. കാവ്യയുടെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അവൾ ലീവിലായിരുന്നു. ഞങ്ങൾ അമ്മയൊന്ന് കാണാമെന്നാ. എന്താ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെയും പേര്? അയാളെ ചോദിക്കുമ്പോൾ കിരൺ നോക്കിയ നീലാംബരിയാണ്. കാവ്യ പറഞ്ഞ ചില കാര്യങ്ങൾ അവൾക്ക് ഓർമ്മ വന്നു. അവൾ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ഒപ്പം കിരണും ലോക്കയും. ചേട്ടാ, അച്ഛൻ്റെ പേര് പവിത്രൻ എന്നാ. അതും ഇപ്പൊ അവരോടൊപ്പം ഇല്ല. അമ്മ കല്യാണി, ഒരനിയനുണ്ട് കാർത്തിക്. അവളുടെ വീട്ടിൽ വിളിക്കുന്ന പേര് കുഞ്ഞിക്കിളി എന്നാ. നീല അറിയാവുന്ന വിവരങ്ങൾ അയാളോട് പറഞ്ഞു. അപ്പോഴും കിരണും ലോക്കയും വായും തുറന്നു നിന്നു.
ശരിയാണ്, ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ വിവരങ്ങൾ മറ്റൊരു ഫ്രണ്ടിനല്ലാതെ ആർക്കും അറിയാൻ കഴിയല്ലേ? ഓ, പവിത്രന്റെയും കല്യാണിയുടെ മകളാണ്. ദേ ആ കാണുന്ന വീടാ. ഒരു ഇരുനില വീടിനെ ചൂണ്ടിക്കാട്ടി അയാൾ പറയുമ്പോൾ സന്തോഷത്തോടെ അയാൾ നോക്കി മൂവരും. പക്ഷേ ആ വീട്ടിൽ വർഷങ്ങളായിട്ട് ആരും താമസമില്ലല്ലോ. അയാൾ പറയുമ്പോൾ കിരണും നിലയെ അയാൾ അതിശയത്തോടെ നോക്കി. അവർക്കിപ്പോ എവിടെയാ താമസം അതറിയോ? കിരൺ ചോദിക്കുമ്പോൾ അയാൾ ആ വീട്ടിലേക്കും തുറച്ചു നോക്കി യാന്ത്രികമായി പറഞ്ഞു. അവിടെ താമസിച്ചിരുന്നവരാരും ഇപ്പൊ ജീവിച്ചിരിപ്പില്ലല്ലോ. അയ്യോ, എന്തു പറ്റിയതാ? അപ്പൊ കാവ്യ, അവൾക്ക് എന്താ പറ്റിയേ? നില അയാൾക്കടുത്തേക്ക് പാഞ്ഞു ചെന്നു. കിരൺ അവിടെ തറഞ്ഞിന്ന് പോയി. ഞാൻ പറഞ്ഞ ഒരു പഴയ കാര്യ കുട്ടി, ആ മോളിപ്പോ ഈ വീട്ടിലല്ല താമസം. ഒരു ദീർഘശ്വാസം എടുത്ത് അയാൾ പറഞ്ഞു തുടങ്ങി. പവിത്രന്റെ മുറപ്പുണ്ടായിരുന്നു കല്യാണി. വിവാഹശേഷം ഇടയ്ക്കിടയ്ക്ക് മാത്രമേ പവിത്രൻ വീട്ടിൽ വരുമായിരുന്നുള്ളൂ. ദൂരെ എവിടെയായിരുന്നു അയാൾക്ക് ജോലി. പവിത്രന്റെയും കല്യാണിയുടെയും മകളായിരുന്നു നിങ്ങൾ ഈ പറഞ്ഞ കാവ്യ. ആ കുഞ്ഞ് ജനിച്ച് ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോ പവിത്രൻ പിന്നെ ഈ വീട്ടിലേക്ക് വന്നിട്ടേ ഇല്ല. കുറെ വർഷം കല്യാണി അയാളെ കാത്തിരുന്നു. അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല. അവസാനം വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി കല്യാണി വേറെ വിവാഹം കഴിച്ചു. കല്യാണിയുടെ സ്വത്ത് മോഹിച്ചു വന്ന രാമൻ ഒരാൺകുഞ്ഞ് പിറന്ന ശേഷം മുഴുക്കുടിയനായി അവളെ ഉപദ്രവിക്കാൻ തുടങ്ങി. എന്നും തല്ലും വഴക്കും കാണാൻ 2 മക്കളെയും പൊത്തിപ്പിടിച്ച് രാത്രി ഇറങ്ങി ഓടുമായിരുന്നു കല്യാണി. വെളുക്കോളം അടുത്ത വീടുകളിൽ കഴിച്ചു കൂട്ടും. കാവ്യ പ്രായപൂർത്തിയായപ്പോ അവളുടെ നേർക്കായി അയാളുടെ കഴുകും കണ്ണുകൾ. നിവൃത്തിയില്ലാതെ കല്യാണി സ്വന്തം മോളെ അടുത്തുള്ള കോൺവെന്റിൽ കൊണ്ടാക്കി. അവിടെ ആ കൊച്ചു പഠിച്ചും വളർന്നൊക്കെ. എത്ര തല്ലിയാലും കൊന്നാലും സ്വത്തുക്കളൊന്നും കിട്ടില്ലെന്ന് മനസ്സിലാക്കിയ രാമൻ മറ്റൊരു സ്ത്രീക്കൊപ്പം പൊറുതിക്ക് പോയി. സ്കൂളിൽ പഠിക്കുന്ന സഹോദരങ്ങൾ വീണ്ടും ഒരു കുടക്കീഴിലായതാ. പക്ഷേ ആ മോള് +2 പഠിക്കുമ്പോൾ ഒരു ആക്സിഡന്റില് അനിയൻ കാർത്തികോ അമ്മ കല്യാണി മരണപ്പെട്ടു. ആ കുട്ടി വീണ്ടും അനാഥയായപ്പോ കന്യാസ്ത്രീകൾ വന്ന് ആ കൊച്ചിനെ കോൺവെന്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കുറച്ചു നാൾ മുമ്പ് അറിയാൻ കഴിഞ്ഞു അതിന്റെ 2ാം അച്ഛൻ രാമൻ തൂങ്ങി മരിച്ചെന്ന്. ശരിക്കുള്ള അച്ഛൻ്റെ ഒരു വിവരം ഇപ്പോഴും ഇല്ല. അറിഞ്ഞിട്ടെന്തിനാ? ആ കൊച്ചിന് എവിടെയോ ജോലി ഉണ്ടെന്നറിയാം, എവിടെയാണെന്നൊന്നും അറിയില്ല. അമ്മയുടെ സ്ഥാനത്ത് അതിനെ നോക്കി വളർത്തിയ ഡയാന സിസ്റ്റർ ആയിരുന്നു. അവരും ഇന്നലെ മരിച്ചു. ഇടിവെട്ടേറ്റ പോലെ തറഞ്ഞു നിന്ന് പോയി കിരണും നീലാംബരിയും ലൂക്കയും. കാവേച്ചി! 5 വയസ്സുള്ളൊരു മോൻ കൂവി വിളിച്ചുകൊണ്ട് അവൾക്കരികിലേക്ക് ഓടി വന്നു. നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകൾ കാവ്യ അമൃതി തുടച്ചുകൊണ്ട് അവൻ നോക്കി ചിരിച്ചു. എന്താണ് കുട്ടാ? ചേച്ചി വരക്കാൻ പഠിപ്പിച്ച പടം ഞാൻ വരച്ചില്ലോ, അതേ നോക്കി. ചേച്ചി വരാൻ ഞാൻ കാത്തിരിക്കായിരുന്നു. കൊള്ളാവോ? ആഹാ, കൊള്ളാലോ, നന്നായിട്ടുണ്ട്. ചേച്ചിയുടെ ബാഗിൽ ക്രയോൺസ് ഉണ്ടല്ലോ, പിന്നീട് തരാട്ടോ. പൂത്തിരി കൊളുത്തിയ പോലെ ആ മോന്റെ മുഖം പ്രകാശിച്ചു. ചേച്ചി, അന്നമിസ് പറഞ്ഞല്ലോ ഡയാന മമ്മി മരിച്ചുപോയെന്ന്. സത്യാണോ? കാവ്യയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ഡയാന മമ്മി കർത്താവിന്റെ അടുത്ത് പോയതാ മോനു. എന്റെ ഈ കാർത്തിക്കുണ്ടിന്റെ വിശേഷം കർത്താവിനോട് പറയാൻ. കുഞ്ഞു കാർത്തി അവൾ ചേർത്ത് പിടിച്ചു. തന്റെ അനിയൻ കാർത്തിക് മരിച്ചതിന്റെ 2ാം ആണ്ടിന്റെ അന്ന് പള്ളിമുറ്റത്തു നിന്നും വെള്ളത്തുണിയിൽ പൊതിഞ്ഞ നിലയിൽ കിട്ടിയതാണ് ഈ ഉയിര്. അന്നു മുതൽ കാർത്തി എന്ന പേരിട്ട് ഇവൻ തനിക്ക് വീണ്ടും കുഞ്ഞനിയനായി. ഇതുപോലെ എത്ര കുരുന്നുകളുണ്ട് മഠത്തിന്റെ കീഴിലുള്ള അനാഥാലയത്തിൽ. മോളെ കാവ്യേ! അന്ന സിസ്റ്റർ പുറകിൽ നിന്ന് വിളിച്ചു. അവൾ ആ മരച്ചുവട്ടിൽ നിന്നും പതിയെ എഴുന്നേറ്റു. മോൻ പോയി കളിച്ചു. കുഞ്ഞു കാർത്തി ഓടി മറയുന്നു നോക്കി. ഒരു നിമിഷം കാവ്യ അന്ന സിസ്റ്റർ നിന്നു. എന്താ സിസ്റ്റർ വിളിച്ചേ? അവരുടെ കയ്യിൽ ഒരു വലിയ ഫയലുണ്ടായിരുന്നു. ആ ഫയൽ അവർ കാവ്യക്ക് നേരെ നീട്ടി. ഡയാന സിസ്റ്റർ മോൾക്ക് തരാൻ ഏൽപ്പിച്ചതാ ഇത്. മോള് വരുമ്പോ നേരിട്ട് തരാനിരുന്നാ. പക്ഷേ അന്ന സിസ്റ്ററുടെ കണ്ണുകൾ നിറഞ്ഞു. മരിക്കുമ്പോൾ വല്ലാത്ത സന്തോഷത്തിലായിരുന്നു ഡയാന സിസ്റ്റർ. വലിയ കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ കൂടി മോളോട് പറയാൻ കുറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞേൽപ്പിച്ചിരുന്നു. കാവ്യ എന്താണെന്ന അർത്ഥത്തിൽ അവരെ ഉറ്റുനോക്കി നിന്നു. മോളുടെ വിവാഹക്കാര്യം. കുറച്ചു ദിവസം മുമ്പ് മോൾക്കൊരു വിവാഹാലോചന വന്നിരുന്നു. വലിയ കുടുംബക്കാരാ. മോളുടെ വീട്ടുകാർ അന്വേഷിച്ചു വന്നപ്പോൾ അവരെത്തിപ്പെട്ട ഈ മഠത്തിലാ. ഡയാന സിസ്റ്ററുമായിട്ട് ഒത്തിരി നേരം സംസാരിച്ചു. അവരെക്കുറിച്ച് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു സന്തോഷത്തിലായിരുന്നു സിസ്റ്റർ. പക്ഷേ സിസ്റ്റർക്ക് അത് മോളോട് നേരിട്ട് പറയാൻ കർത്താവ് സമയം നീട്ടിക്കൊടുത്തില്ല. ആറു വല്ലാത്ത ദുഃഖത്തോടെ കണ്ണുകൾ തുടച്ചു. വേണ്ട സിസ്റ്റർ, വിവാഹം എനിക്കത് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. എല്ലാവരും ഉണ്ടായിട്ടും അനാഥയായി ജീവിക്കേണ്ടി വന്നവളാ ഞാൻ. പിന്നെയും സന്തോഷം കൈവളിൽ കൊണ്ടുവന്നെന്ന് കൊതിപ്പിച്ചിട്ട് തട്ടിത്തെറിപ്പിച്ചു പോകുന്ന പോലെയാ ദൈവം എന്നെ പരീക്ഷിക്കുന്നത്. കൊണ്ടുപോയില്ലേ എൻ്റെ കാർത്തിയെ അമ്മയും. 2ാം അച്ഛനെന്ന് പറയുന്ന അയാൾ ഉപേക്ഷിച്ച് പോയ പിന്നെ അന്യൻ്റെ വിഴുപ്പലയ്ക്ക് നാട്ടുകാരുടെ പറമ്പ് കിളച്ചും അമ്മ ഞങ്ങളെ സന്തോഷത്തോടെ നോക്കിയതല്ലേ. കഴിഞ്ഞുമല്ല, ഞാൻ വീണ്ടും അനാഥയായില്ലേ. അവരുടെ ഓർമ്മകളിലാണ് ഇനി കാവ്യയുടെ ജീവിതം. ശരിക്കും ഒരു അനാഥയായി മാറിയപ്പോഴും എൻ്റെ കാർത്തിയുടെ കുറുമ്പും അമ്മയുടെ ചെറുദേഷ്യമൊക്കെ ഒരിക്കലും മരിക്കാത്ത ഓർമ്മകളായി ഉള്ളിൽ കൊണ്ടടക്കുവാൻ ഞാൻ. ഇപ്പോഴും അവരെന്നോടൊപ്പം ഉള്ള പോലെയാണ്. ഇനി സന്തോഷിക്കാൻ വയ്യ. വേറൊന്നും കൊണ്ടല്ല, അത് നിലനിൽക്കില്ല. കൊതിപ്പിച്ച് കടന്നുകളയും, അല്ലെങ്കിൽ ദൈവം തന്നെ തട്ടിപ്പറിച്ച് തിരികെ കൊണ്ടുപോകും. വിദൂരതയിലേക്ക് നോക്കി കാവ്യ കണ്ണു നിറച്ചു. മോളെ, പക്ഷെ മോൾക്കൊരു ജീവിതം അത് വേണം.
എത്ര നാളെന്ന് വെച്ചാൽ എങ്ങനെ ഈ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുന്നു? മോൾക്ക് ദൈവം നല്ലതേ വരുത്തു. സ്വന്തം വീടും പറമ്പും പണയപ്പെടുത്തി ആരും തുണയില്ലാത്ത ഈ അനാഥ കുഞ്ഞുങ്ങൾക്ക് അന്നം വിളമ്പിയ മോളുടെ മനസ്സ് കർത്താവ് കാണാതിരിക്കില്ല കുഞ്ഞെ. ആ കടം വീട്ടാനല്ലേ മോള് ജോലിക്ക് പോകുന്ന പോലും നല്ലതേ വരും. വീട് അത് എന്നെ സംബന്ധിച്ച് ഒരുപാട് ഓർമ്മകൾ നിറഞ്ഞൊരിട. എൻ്റെ അമ്മയും കാർത്തി ഉറങ്ങുന്ന മണ്ണ്. കാവ്യയുടെ ചുണ്ടുകൾ വിറച്ചു, കണ്ണുകൾ നിറഞ്ഞു. വിൽക്കാൻ മനസ്സ് വരായിട്ടാ ലോൺ എടുത്ത്. ആ തുക കൊണ്ട് കുറച്ചാണെങ്കിലും ഈ കുഞ്ഞുങ്ങളുടെ പട്ടിണി മാറുന്നു കരുതി. ഇനി ഞാൻ ഇവിടെ തന്നെ കാണും സിസ്റ്റർ. നാളെ ഞാൻ തിരികെ പോകും. കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ ഞാൻ തിരികെ വരുമ്പോൾ ഒരു തിരുവസ്ത്രം എനിക്കായി കരുതി വെക്കണം സിസ്റ്റർ. അത് ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ കാവ്യക്കൊരു മടക്കം ഉണ്ടാവില്ല. അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോടി. പിന്നെ ഞാൻ എന്തിനാടി നിന്റെ പുറകെ നടന്ന്? ഞാൻ ചത്തിട്ട് മതി നീ തിരുവസ്ത്രത്തിന്റെ അകത്തോട്ട് കയറുന്ന. കേട്ടോടി ചക്കപ്പോത്തെ. പുറകിൽ കേട്ട ശബ്ദം അതാരുടേതാണെന്ന് മനസ്സിലാക്കാൻ കാവ്യക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ലായിരുന്നു. അങ്ങനെ തന്നെ നിന്നുകൊണ്ട് അവൾ കണ്ണുനീർ പൊഴിച്ചു. മുഖം പൊത്തി ഏങ്ങലടിച്ച് കരയുന്നവരുടെ മുമ്പിൽ വന്നു നിന്നു കിരൺ. പുറകിൽ കറങ്ങിയ കണ്ണുകളുമായി നിന്നതേയുള്ള നിലയിൽ ലോക്കുകയും കാവ്യയുടെ ഇരുകൈകളും മുഖത്തിൽ നടത്തി മാറ്റി കിരൺ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അവളുടെ തോളിലൂടെ കൈ ചേർത്ത് അന്ന സിസ്റ്ററുടെ നേർക്ക് തിരിഞ്ഞവൻ, ഇവളെ ഞാൻ തരില്ല സിസ്റ്റർ. പകരം എന്ത് വേണമെങ്കിലും ചോദിച്ചോ, ഞാൻ തരാം. എനിക്ക് ഇവളെ മാത്രം മതി. ഇടറിയ സ്വരത്തിൽ അവൻ പറയുമ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അന്ന സിസ്റ്റർ ഒന്ന് പുഞ്ചിരിച്ചു. അറിയാം, കിരണല്ലേ? മരിക്കും മുമ്പ് ഡയാന സിസ്റ്റർ പറഞ്ഞിരുന്നു കാവ്യമോളെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യന്റെ പേര് കിരൺ എന്നാണെന്ന്. അവൻ ഉടനെ വരുമെന്ന് പറഞ്ഞിട്ടാ സിസ്റ്റർ എന്നേക്കുമായിട്ട് ഉറങ്ങിയത്. എല്ലാവരും ഒരുപോലെ ഞെട്ടി അന്ന സിസ്റ്ററുടെ മുഖത്തേക്ക് നോക്കി. എന്താ സിസ്റ്റർ പറഞ്ഞ്? ഞാൻ ആദ്യമായിട്ട് ഇവിടെ. പിന്നെങ്ങനെ ഡയാന സിസ്റ്റർക്ക് എന്നറിയാം? കിരൺ അതിശയബാധിൽ ചോദിക്കുമ്പോൾ അന്ന സിസ്റ്റർ പറഞ്ഞു തുടങ്ങി. ഞാനതാ കാവ്യമോളോട് പറയാൻ തുടങ്ങിയത്. ഒരു ദിവസം മോൻ്റെ അമ്മയും സഹോദരനും ഇവിടേക്ക് വന്നിരുന്നു. സുന്ദരിയായ ഡോക്ടറും അവരുടെ സുന്ദരനായ ഒരു മോനും. കാവ്യയുടെ വീട്ടുകാരെ തേടി വന്നവര് വഴിയിൽ നിന്നൊക്കെ ഓരോന്ന് അറിഞ്ഞും കേട്ടും ഇവിടെ വരെ എത്തി. അവരുടെ മറ്റൊരു മകന് കാവ്യമോളെ ഇഷ്ടമാണെന്നും അവർ പറഞ്ഞു. ആ അമ്മയോട് ഒരിക്കലും ഡയാന സിസ്റ്റർ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. കൂട്ടുകാരുടെ വിവാഹ നിശ്ചയത്തിന് കാവ്യമോളെ തിരുവനന്തപുരത്തേക്ക് കൂടെ കൂട്ടിക്കോട്ടെ എന്ന് ചോദിക്കാൻ. ഓണാവധി കഴിഞ്ഞ് നീലാംബരിയുടെ വിവാഹ നിശ്ചയത്തിന് പോവാൻ വെളുപ്പിനിറങ്ങിയ തന്നെ ഡയാന മമ്മി തടഞ്ഞിർത്തിയ കാര്യം കാവ്യ ഓർത്തു. കാവ്യയുടെ അമ്മയാണ് തെറ്റിദ്ധരിച്ചുകൊണ്ട് അന്ന് ശ്രീയമ്മയാണ് ഡയാന മമ്മിയോട് സംസാരിച്ച്. അപ്പൊ ഇവിടെ വന്ന് ശ്രീയമ്മയും ജാനു ആയിരിക്കുമോ? കാവ്യയുടെ മനസ്സിൽ 1000 ചോദ്യങ്ങൾ ഉയർന്നു. അന്ന് ഡയാന സിസ്റ്ററോട് ഒത്തിരി നേരം വർത്താനം പറഞ്ഞിട്ട് രണ്ടാളും പോയത്. പിന്നെ ഡയാന സിസ്റ്റർക്ക് അസുഖം കൂടിയതറിഞ്ഞ് ആ മോൻ മാത്രം 2 ദിവസം മുമ്പ് ഇവിടെ വന്നിരുന്നു. കയ്യിലൊരു ഫയലും ഉണ്ടായിരുന്നു. അത് ഡയാന സിസ്റ്ററെ ഏൽപ്പിച്ച് കുറെ നേരം സംസാരിച്ചിരുന്നു ആ മോൻ. പിന്നെ എന്തോ അത്യാവശ്യം വന്ന് വേഗം പോയി. അന്ന് രാത്രിയാ ഡയാന സിസ്റ്റർക്ക് ശ്വാസം മുട്ട് കൂടിയത്. ഇന്നലെ രാവിലെ മരണവും സംഭവിച്ചു. മരിക്കും മുമ്പ് എൻ്റെ കയ്യിൽ ഈ ഫയൽ ഏൽപ്പിച്ച ശേഷം പറഞ്ഞു കിരൺ എന്നൊരു മോൻ വരുമെന്നും കാവ്യമോൾ അവനെ ഏൽപ്പിക്കണം എന്നൊക്കെ. കാവ്യ വേഗം അന്ന സിസ്റ്ററിന്റെ കയ്യിൽ നിന്ന് ആ ഫയൽ വാങ്ങി തുറന്നു നോക്കി. ബാങ്കിൽ പണയപ്പെടുത്തി ലോൺ എടുത്ത തന്റെ വീടിന്റെ പ്രമാണം, ഒപ്പം ഒരു ചെക്കും. അവൾ അതിൽ എഴുതിയിരിക്കുന്ന വലിയ തുകയിലേക്ക് കണ്ണോടിച്ചു. 5 crores ഓൺലി, 5 കോടി രൂപ. വലതുവശത്തായി കാണുന്ന നീട്ടി വലിച്ചുള്ള സിഗ്നേച്ചർ ഓഫീസിൽ പല ഫയലുകളിൽ അവൾ കണ്ടിട്ടുള്ളതാണ്. ജയ് ശിവനാഥ മേനോൻ. കാവ്യയുടെ അടുത്ത് നിന്ന കിരണിന്റെ കണ്ണുകൾ നനഞ്ഞു, ഒപ്പം കാവ്യയുടേതും. ഇപ്പൊ ശരിക്കും സർപ്രൈസറായത് ഞാനാണല്ലോ. അത് പറഞ്ഞു കഴിഞ്ഞോ പെട്ടെന്നാണ് കിരണിന്റെ ഫോൺ റിങ് ചെയ്ത്. ശ്രീയമ്മ കോളി. അവൻ ഫോൺ ചെവിയോട് ചേർത്തു. തൊണ്ടയിൽ എന്തോ തറഞ്ഞിരിക്കുന്ന പോലെ. ഇടർച്ച കാരണം അവന് വാക്കുകൾ കിട്ടിയില്ല. അത് മനസ്സിലാക്കിയിട്ടാവണം ശ്രീ തന്നെ സംസാരിച്ചു തുടങ്ങി. മോനു, എങ്ങനെയുണ്ടടാ എന്റെ സർപ്രൈസ്? എടാ ചെക്ക, അന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ നിന്നെ പെണ്ണേട്ടിക്കാൻ ഞാൻ ഉണ്ണിക്കുട്ടന്റെ കഴുത്തിലേക്ക് കുരുക്കിടില്ലെന്ന്. ഇപ്പൊ എന്തായി? നീയും പെട്ടില്ലേ? അനുഭവിച്ചോ? കിരണിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവനോട് ശ്രീയമ്മ ഇടറിക്കൊണ്ട് കിരൺ ചോദിച്ചു. ഉണ്ണിക്കുട്ടൻ UK പോയി. പെട്ടെന്ന് തിരികെ വരും. ഏതോ മോഡലിന്റെ സെക്യൂരിറ്റി പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോയതാ. നിന്നോട് പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞു എന്നോട്. കാവ്യ അടുത്തുണ്ടെങ്കിൽ ഒന്ന് കൊടുത്തേ. കിരൺ കാവ്യക്ക് നേരെ ഫോൺ നീട്ടി. അവൾ ഫോൺ വാങ്ങി ചെവിയോട് ചേർത്തു. അതെ, ശ്രീയമ്മയാ. എന്റെ ചെക്കനെ കൂടുതൽ വിഷമിപ്പിക്കാതെ കൂടെ പോന്നോണം, കേട്ടല്ലോ. കൂടുതൽ കരഞ്ഞാലേ അവന് പനി വരും. കാവ്യ അറിയാതെ ഒന്ന് ചിരിച്ചുപോയി. കാവ്യ മോളെ, ഇനി നിങ്ങളുടെ രണ്ടുപേരുടെ അമ്മ ഈ ശ്രീയമ്മയാ. എന്റെ മോൻ സ്നേഹിച്ചത് നിന്നെയാ. അവന് വേണ്ടത് നിന്നെ മാത്രം. അല്ലാതെ ഒരു ജാതകം ഉണ്ടടക്കാൻ പാകത്തിന് ബന്ധുക്കളെ അല്ല. ഞങ്ങളുടെ കുടുംബത്തിൽ ഇനി പുതിയ കാർട്ടൂണൊന്നും വേണ്ട. അവിടെ ഇപ്പോൾ ഉള്ളവർ തന്നെ ധാരാളം. നിങ്ങളറിയാവുന്നവർക്ക് മൊത്തം നിങ്ങളുടെ പ്രേമം അറിയാം. എന്നിട്ട് രണ്ടും കൂടി ആളെ പറ്റിക്ക് ഇറങ്ങിയേക്കുക. പിന്നെ കോൺവെന്റിലെയും ഓർഫനേജിലെയും കുട്ടികളെ ഓർത്ത് വിഷമിക്കേണ്ട കേട്ടോ. എല്ലാം ഉണ്ണിക്കുട്ടൻ ഏറ്റു. അവരുടെ പഠിപ്പും ചികിത്സയും ചെലവൊക്കെ അവൻ നോയിക്കോളും. അല്ലെങ്കിൽ നിന്റെ കിരൺ നോയിക്കോളും. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ പെട്ടിയും കിടക്കെടുത്ത് നീലാംബരിയുടെ പ്രേതമാളികയിലേക്ക് വിട്ടോ. നിന്റെയൊക്കെ എല്ലും നഖവും ബാക്കിയുണ്ടെങ്കിലേ ഒരാഴ്ചക്കുള്ളിൽ കല്യാണം അങ്ങ് നടത്തിയേക്കാം.
ഒരു ചെറു ചിരിയോട് അവളെല്ലാം മൂളി കേട്ടു. കാവ്യ ഫോൺ കിരണിന് നേരെ നീട്ടുമ്പോൾ അവൾക്ക് അവനെ നോക്കാൻ പോലും കഴിയാത്തത്രയും മനസ്സ് നിറഞ്ഞു പോയിരുന്നു. ഒന്ന് തിരിഞ്ഞു നോക്കിയതും കണ്ടു കണ്ണുകൾ കൂർപ്പിച്ച് ചുവന്ന് വീർത്ത മുഖവുമായി നിൽക്കുന്ന നീലാംബരി. ഈ സീൻ മുൻപെപ്പോഴോ കണ്ട പോലെ അന്ന് നീലാംബരിയുടെ സ്ഥാനത്ത് താനായിരുന്നു. കാവ്യ ഓടിപ്പോയി അവളെ മുറുകെ കെട്ടിപ്പുണർന്നു. ഇത്രയും ഉള്ളിക്കൊണ്ട് നടന്നിട്ട് എന്റെ പ്രശ്നങ്ങൾ കൂടി എടുത്ത് തലയിൽ കയറ്റാൻ എനിക്ക് വട്ടായിരുന്നു ഓടി പൊട്ടി. അന്ന് കിരണേട്ടിനും നീയും കൂടി എന്റെ പുറകിൽ വന്നിന്ന് എന്നെ കരയിച്ചതാ. എനിക്കിപ്പോ ഓർമ്മ വരുന്നു. ഇതാ പറയുന്നത് കൊടുത്താ കൊല്ലത്തും കിട്ടുമെന്ന്. എന്തായാലും നീ എന്നെ പോലെയല്ല, ഒരു വെറൈറ്റി ഉണ്ട്. നമ്മളെന്താണ് ഇങ്ങനെ ആയി പോയത്? ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കാവ്യയുടെ സങ്കടം ഇങ്ങനെ കുറക്കാമെന്ന് ചിന്തിക്കുമ്പോഴും നില സ്വയം കണ്ണുനീർ പൊഴിച്ചുകൊണ്ടിരുന്നു. ഉള്ളിൽ ഒതുക്കിയ സങ്കടങ്ങൾ ഒരിക്കൽ കൂടി തീവ്രമായി അണപൊട്ടി ഒഴുകി. രണ്ടാളും ഏങ്ങലടിച്ചു കരഞ്ഞുപോയി. ഇതെന്താ അനാഥരുടെ സംസ്ഥാന സമ്മേളനോ? ഞാനുണ്ട് ഗേൾസ്, എന്നെ കൂടി കൂട്ടുവോ? അടുത്തുനിന്ന് ലൂക്ക് അതും പറഞ്ഞ അവർ രണ്ടാളെയും ചുറ്റിപ്പിടിച്ച് കൂടെ കരഞ്ഞു. ഹോ ജീസസ്, എന്റെ മേക്കപ്പ് മൊത്തം പോയല്ലോ. മതി കരഞ്ഞത്. ഇനി കരഞ്ഞ നിന്റെയൊക്കെ മുഖത്ത് ഞാൻ തിളച്ച് വെള്ളമൊഴിക്കും. ഈശ്വരാ. നില നെഞ്ചിൽ കൈവച്ച് ലൂക്കയെ നോക്കി. ഐ ഷാഡോയിൽ ചെറിയ മുഖവുമായി നിൽക്കുന്ന ലൂക്കയെ കണ്ട് കാവ്യ നിലയെ ഉറക്കെ ചിരിച്ചുപോയി. ചിരിക്കുന്ന കാവ്യയെ കണ്ടിട്ടാണ് അന്ന സിസ്റ്റർ തിരികെ പോയത്. കിരൺ അടുത്തേക്ക് വന്നു. കാവ്യയ്ക്ക് മുമ്പൊരിക്കലും തോന്നാത്തത്രയും നാണം തോന്നി അവനോട്. കാവ്യയുടെ വെപ്രാളവും പരവേശവും കണ്ടിട്ടാവണം നീല ലൂക്കയും കൂട്ടി കാറിനടുത്തേക്ക് നടന്നു. വാ ലൂക്ക, നമുക്കൊന്ന് ടച്ചപ്പ് ചെയ്യാം. പിന്നെ അല്ലാണ്ട് ഈ കോലത്തിൽ ആരെങ്കിലും എന്നെ കണ്ട ഷോ ദീസ് ടു ഗേൾസ് മെയ്ഡ് മീ ക്രൈ എ ലോട്ട്. ലൂക്ക നിലയുടെ തോളിൽ കൈ ചുറ്റി കാറിനടുത്തേക്ക് നടന്നു. ഡേ ഇങ്ങോട്ട് നോക്കടി. എന്താ കിരൺ? കാവ്യ പരുങ്ങിക്കൊണ്ട് വാക്കുകൾ നുള്ളിപ്പെറുക്കി. നിനക്ക് തിരുവസ്ത്രാണിയാണോടി? അത് ഞാൻ ഇന്ന് രാവിലെ എടുത്ത തീരുമാനം. ഒറ്റക്കായി പോയെന്ന് തോന്നിയപ്പോ. അപ്പൊ ഞാനോ? നീയോ? ആരാ നീ? അല്ല, നീ എന്റെ ആരാ? കാവ്യ നിന്ന് വിക്കി. നിനക്ക് എന്നെ ഇഷ്ടമാണോടി? പറ. അത് പിന്നെ ഞാൻ. എന്ത് പിന്നേന്ന്? സമ്മതിക്കാൻ നിനക്കെന്താടി ഇത്ര പ്രയാസം? നോക്ക് കാവ്യ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. കണ്ട അന്നു മുതൽ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ പോകെ പോകെ ഉള്ളിലെവിടെ ഒരു ഇഷ്ടം ഞാൻ തിരിച്ചറിഞ്ഞു. അത് പറയാൻ എനിക്കൊരു മടിയുമില്ലായിരുന്നു. അവസരം കിട്ടിയില്ലെന്ന് പറയുന്നത് ശരി. യുദ്ധമായിരുന്നില്ലേ? യുദ്ധം. ജാൻ അവനെന്റെ ജീവനാടി. ഇപ്പൊ തന്നെ അവൻ ചെയ്തണ്ടില്ലേ? ചോദ്യവും പറച്ചിലൊന്നുമില്ല. എന്റെ മനസ്സ് അവനേക്കാൾ നന്നായിട്ട് ആർക്കും അറിയില്ല. അവന്റെയും നിലയുടെയും കാര്യം ഒരു പ്രോബ്ലം കൂടാതെ നടക്കട്ടെ എന്ന് കരുതി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. നീയെ വലിയൊരു പ്രോബ്ലം ആണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇപ്പോഴെങ്കിലും അറിഞ്ഞ നന്നായി. എല്ലിൽ തിരുവസ്ത്രം ധരിച്ച പെണ്ണിനെ ബ്രെയിൻ വാഷ് ചെയ്ത് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചവനെന്നൊരു പേര് കൂടി എനിക്ക് കിട്ടിയാനേ. കിരൺ, ഞാൻ നിനക്ക് ചേരില്ലെന്ന് തോന്നിയടാ. അതാ, നീ ഒരു വലിയ കുടുംബത്തിലെയാ. അങ്ങനെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുമുണ്ട്. നിന്റെ വീട്ടിലൊക്കെ ആദ്യമായിട്ട് വന്നപ്പോൾ നിന്റെ കൂട്ടുപോലും വേണ്ടിയിരുന്നില്ലെന്ന് വരെ ചിന്തിച്ചിട്ടുണ്ട്. എന്തോ അതൊക്കെ എന്നെ മാനസികമായിട്ട് ഒരുപാട് തളർത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നടാ, ഒരുപാട്. അവസാനം അവളത് പറയുമ്പോൾ അവന്റെ മുഖത്ത് നോക്കാൻ കഴിയാതെ മുഖം കുനിഞ്ഞു പോയിരുന്നു. അവളുടെ ഇരു തോളിലും കൈ ചേർത്ത് അവനവളെ ചേർത്ത് പിടിച്ചു. ഐ ലവ് യു കാവ്യ, ഐ ലവ് യു സോ മച്ച്. ഒരിക്കൽ കൂടി പെയ്തവളുടെ കണ്ണുകൾ. ലവ് യു ടു. അവനൊന്ന് ഇരുത്തി മൂളി. ഒറ്റപ്പെട്ടു പോയി എന്ന ചിന്തയിൽ ഒരുവനോടുള്ള പ്രണയ ഉള്ളിൽ ഒതുക്കി ചാടി കയറി ചെയ്യേണ്ട ഒരു പ്രവൃത്തിയല്ല തിരുവസ്ത്രം അണിഞ്ഞുകൊണ്ട് കന്യാസ്ത്രീ ആവുക എന്നത്. കേട്ടോടി സക്കപ്പോത്തെ. അവൾ മുഖം കുനിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിൽ പതുങ്ങി. ആ തീരുമാനം ഒരു തമാശയായിരുന്നില്ലെന്ന് ഓർത്തു അവൾ. പക്ഷെ തർക്കിക്കാൻ താൻ ആളല്ല. കാരണം കിരണിനെ താൻ പ്രണയിച്ചു എന്നുള്ളതും പച്ചയായ ഒരു സത്യമാണ്. കിരണിനോടൊപ്പം പോയാൽ അനാഥരായ മക്കൾക്ക് പിന്നെ ആരുണ്ടെന്നുള്ള ചിന്തയാണ് തന്നെ കൊണ്ട് ആ തീരുമാനം എടുപ്പിച്ചത്. പക്ഷേ ഇനി അവർ ഒറ്റക്കല്ല. ആ കുരുന്നുകൾ ഇനി ഒരിക്കലും പട്ടിണി അടക്കേണ്ടി വരില്ല. അവരോടൊപ്പം കൂടി ദാരിദ്ര്യം പങ്കിടുന്നതിലും നല്ലതാണ് മെച്ചപ്പെട്ടൊരു ജീവിതത്തിലേക്ക് പോയി എല്ലാവരെയും സഹായിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി മാത്രമല്ല കിരണിനോടൊപ്പം പോകുന്നത്. തനിക്ക് അവൻ ഇഷ്ടമാണ്. മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച പ്രണയമായിരുന്നു കിരൺ. അവന്റെ ചുണ്ടിന്റെ ചൂട് നെറുകയിൽ പതിഞ്ഞതും അവൾ മുഖമുയർത്തി അവനെ നോക്കി. കണ്ണിൽ പ്രണയം നിറച്ചു നോക്കുന്നവന്റെ കണ്ണുകളിലേക്ക് അവളും ഒന്ന് നോക്കി. കിരൺ പെട്ടെന്ന് അവളുടെ ചുണ്ടിൽ ചുണ്ടുകൾ അമർത്തിയൊന്ന് മുത്തിമാറി. ആരെങ്കിലും കാണും, ഇല്ലേലൊന്നും അറിയാതെ വിടില്ലായിരുന്നു. അവിടെ സമയമുണ്ടല്ലോ. കണ്ണു തുറിച്ച് നോക്കുന്നവരുടെ ചെവിയിലായി പറഞ്ഞിടന്ന് കണ്ണു ചെമ്മി അവൻ. അതെ, എടുക്കേണ്ടതൊക്കെ എടുത്തിട്ട് ഓടിവാ. അവൻ പറഞ്ഞതും ഒരു ചിരിയോടെ അവൾ തിരിഞ്ഞോടി. അനാഥാലയത്തിലെ കുട്ടികൾക്ക് പുതിയ ഉടുപ്പും ചോക്ലേറ്റും കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാൻ ഏർപ്പാടാക്കി അവൾ സന്തോഷത്തോടെ ബാഗുമായി കിരണിനടുത്തേക്ക് പാഞ്ഞു. തറവാട്ടിലേക്കുള്ള യാത്രയിൽ കാർ ഡ്രൈവ് ചെയ്ത ലൂക്കയാണ്. കിരണും കാവ്യയും ബാക്ക് സീറ്റിലാണ്. പരസ്പരം സംസാരിച്ചും കുറുമ്പുകാട്ടിയും പ്രണയിച്ചും അവർ സമയം ചെലവഴിക്കുമ്പോൾ കാർ ഡ്രൈവർ സീറ്റിൽ നിന്ന് നീലാംബരിയുടെ മിഴികളൊന്ന് നിറഞ്ഞു. ജാൻ തന്നോടൊരു വാക്ക് പോലും പറയാതെ UK-യിലേക്ക് പോയി എന്നോർക്കെ വല്ലാത്തൊരു വിഷമം പിടികൂടി അവളെ.
ഒരുപക്ഷെ തന്നോട് പറയാതെ പോയത് ഇത്രയും വലിയൊരു സന്തോഷം കിരണേട്ടനും കാവ്യക്കും തനിക്കും സർപ്രൈസായി തരാൻ വേണ്ടിയാവും. കിരണേട്ടനും കാവ്യയും അവരുടെ ഒന്നുചേരൽ, അതിനേക്കാൾ വലിയ സന്തോഷം തനിക്ക് എന്താണുള്ളത്? തന്റെ ഉണ്ണിയേട്ടനെ ഓർത്ത് അവൾക്ക് പെരുമ തോന്നി. മറ്റുള്ളവരുടെ വിഷമം മനസ്സിലാക്കി പെരുമാറുന്നവൻ, കേവലം വ്യർത്ഥമായ വാക്കുകൾ കൊണ്ടല്ല, മുറിവ് പറ്റിയവരുടെ ഹൃദയത്തിൽ തന്റെ പ്രവൃത്തിയുടെ ആശ്വാസം പകരുന്നവൻ. ആ മനസ്സിൽ തന്നോട് പ്രണയമാണെന്നുള്ളത് താനും മനസ്സിലാക്കിയിരുന്നില്ല. താൻ മുകുന്ദന്റെ പെണ്ണാണെന്ന് ഓർത്ത് ഒത്തിരി വിഷമിച്ചിട്ടുണ്ടാവും പാവം. അതാവും തന്നെ കയ്യിൽ കിട്ടിയപ്പോൾ ആർക്കും കൊടുക്കാതെ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്നത്. ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഇനി എന്താണ് വേണ്ടത്? തന്റെ ഉണ്ണിയേട്ടനെ ഇത്രയും കാലം ആർക്കും കൊടുക്കാതെ തനിക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചു വെച്ചതിന് ദൈവത്തോട് നന്ദി പറഞ്ഞു നീലാംബരി. തറവാടിലേക്ക് തിരിയുന്ന വഴി ലോക്കൊക്കെ പറഞ്ഞു കൊടുത്ത ശേഷം അവൾ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. കിരണിന്റെ നെഞ്ചിൽ മുഖം ചേർത്തുറങ്ങിയാണ് കാവ്യ. അവളുടെ തലയിൽ താടിയൂന്നി അവനും മയക്കമാണ്. തന്റെ ഫോൺ എടുത്ത് അവളുടെ ഒരു ഫോട്ടോ ഫോണിലേക്ക് പകർത്തി അവൾ. വാട്സപ്പ് ഓപ്പൺ ചെയ്തെടുത്ത ഫോട്ടോ ശ്രീക്കും ജാനവൾ സെൻഡ് ചെയ്തു. ശ്രീക്ക് അയച്ചത് മാത്രം ഡബിൾ ടിക്ക് വീണു. പക്ഷെ ജാൻ അയച്ചത് അപ്പോഴും സിംഗിൾ ടിക്കാണല്ലോ എന്ന് ഓർത്തപ്പോൾ വീണ്ടും അവളുടെ മുഖം വാടി. ഒരു വളവ് കൂടി കഴിഞ്ഞതും കണ്ടു ശോഭന ടീച്ചറുടെ അടഞ്ഞുകിടക്കുന്ന വീട്. ഗ്ലാസ് ഒന്ന് താഴ്ത്തി അവൾ ചുറ്റുമൊന്ന് നോക്കി. സന്ധ്യ കഴിഞ്ഞുവെങ്കിലും വല്ലാത്തൊരു മഴക്കൂരാപ്പും കാറ്റും. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.